ഞാൻ മീഷോയിൽ നിന്നും വാങ്ങിച്ച കുറച്ച് കിച്ചൺ പ്രൊഡക്ട്സും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്പോൾ മീഷോയിൽ മികച്ച ഓഫറാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു മിനി ഇഡ്ഡലി മേക്കറാണ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഒരു 5 തട്ടോളം വരുന്നതായിരുന്നു. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് ഇഡ്ഡലി കുക്കർ എന്ന് പറയുന്നത്. ഹാൻഡിൽ ടൈപ്പാണ്. 2 ഇഡ്ഡലി പ്ലേറ്റ് ആണ് വന്നിരിക്കുന്നത്. പെർ പ്ലേറ്റിൽ 4 സ്ലോട്ട്സ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 550 ആണ്. പിന്നെ റേറ്റ് വെച്ച് നോക്കുമ്പം കുറച്ച് നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത്യാവശ്യം നല്ല കനത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ കുറച്ച് സ്നാക്സ് ഒക്കെ ചെയ്തെടുക്കാനും ഇഡ്ഡലിയൊക്കെ ചെയ്തെടുക്കാനും വേണ്ടി എനിക്കൊരു ചെറിയ ഇഡ്ഡലി മേക്കറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു 2 തട്ട് വരുന്നത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുവാണെങ്കിൽ എന്തായാലും അതിൻ്റെ റേറ്റിങ്ങും റിവ്യൂവും നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റിംഗ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്, റിവ്യൂ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിയതിന് ശേഷം വേണം പർച്ചേസ് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ലിഡ് അത്യാവശ്യം ടൈറ്റായിട്ടിരിക്കുന്ന ടൈപ്പ് അല്ല, ജസ്റ്റ് ഒന്ന് ക്ലോസ് ആവുന്ന ടൈപ്പായിട്ടാണ്. അത് മാത്രമാണ് ഈ ഒരു ഇഡ്ഡലി മേക്കറിൻ്റെ ഒരു ഡിമെറിറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയത്. അടുത്തത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു അലൂമിനിയം അപ്പച്ചട്ടിയാണ്. ലിഡോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ നല്ലൊരു തിക്നെസ് ആണ് ഇതിനുള്ളത്. 275 റേറ്റിലാണ് വന്നിരിക്കുന്നത്. ആ ഒരു റീസണബിൾ റേറ്റിൽ നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നിയത്. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് എല്ലാം ഇട്ടോളാം കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വാങ്ങിയതെന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ ഫ്ലോറൽ ലോങ് ഹാൻഡിൽ വരുന്ന ഒരു ഡെസേർട്ട് സ്പൂണാണ്. സെറ്റ് 4 പീസാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 105 രൂപയാണ്. പിന്നെ ഇപ്പോൾ പ്രീമിയം ആയിട്ടുള്ളൊരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് മഗ് വിത്ത് ലിഡ് ആൻഡ് സ്പൂണാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 151 കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ലിഡ് അത്യാവശ്യം ലൂസാണ്, ടൈറ്റ് ആയിട്ടിരിക്കുന്ന ടൈപ്പ് ഒരു ലിഡ് അല്ല കേട്ടോ. മഗ് നല്ല കനത്തിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ലിഡ് കുറച്ച് ലൂസാണ്. ജസ്റ്റ് ഇത് ഇങ്ങനെ ഷോക്ക് വേണ്ടേക്ക് വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പിന്നെ ഇപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഒരു മിനി ഊത്തപ്പം ഗ്രിൽ പാനാണ്. അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ഗ്രിൽ പാൻ ഉണ്ടല്ലോ, മൾട്ടി സ്നാക്ക് മേക്കറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പാൻ കേക്ക് മേക്കറൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വിത്തൗട്ട് ലിഡാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 225 രൂപയാണ് കേട്ടോ. കുട്ടികൾക്ക് ഒരുമിച്ച് ഇപ്പോൾ പെട്ടെന്ന് ഓംലെറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാനും സ്നാക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനും ഗ്രില്ല് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ്. വലിയ കനത്തിലല്ല ഇത് വന്നിരിക്കുന്നത്, എന്നാലും ആ ഒരു റേറ്റിൽ കുഴപ്പമില്ലാത്തൊരു ഐറ്റമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 225 റേറ്റാണ്. അടുത്ത പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് കുക്ക് വെയർ കോംബോ ആണ് കേട്ടോ. 5 പീസ് വരുന്ന കാസ്റ്റ് അയൺ സെറ്റാണ് വിത്ത് ലിഡാണ്. ഒരു ലിഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 5 സ്പാറ്റുലയും കൂടിയുണ്ട്. ആ ഒരു വുഡൻ സ്പാറ്റുലയാണ് വന്നിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് കടായി വരുന്നുണ്ട് ഇതിൽ. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവ, മിൽക്ക് പാനുണ്ട്, സോസ് പാനുണ്ട്, ഫ്രൈ പാനുണ്ട്. അങ്ങനെ 5 ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വുഡൻ ആയിട്ടുള്ളൊരു 5 സ്പാറ്റുലയും കൂടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 946 ആണ്. പിന്നെ നമ്മൾ സാധാരണ ഇപ്പം നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്ട്സ് ഒക്കെ ആണ് വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ ഒരു 3 ഐറ്റംസിന് തന്നെ 2400 500 റേറ്റിലൊക്കെ വരും, പ്രിസ്റ്റേജ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ അതിനെ അപേക്ഷിച്ച് ഈ ഒരു റീസണബിൾ റേറ്റ് ആണ്. പിന്നെ 5 സെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം കനത്തിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും കനം കുറവായിട്ട് തോന്നിയത് ആ ഒരു തവയാണ് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ് അത്ര കറക്റ്റായിട്ട് തോന്നിയില്ല. ആ ഒരു കടായിലൊക്കെ ഫിനിഷിങ് നല്ലതുപോലെ വന്നിട്ടില്ല. പിന്നെ ആ ഒരു വലിയ കടായിൽ ജസ്റ്റ് ആ ഒരു സൈഡിലായിട്ട് ഒന്ന് കോട്ടിങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് മാറ്റാനൊന്നും പോയില്ല. എൻ്റെ വീഡിയോസിനൊക്കെ താഴെ കുറേ കമൻ്റൊക്കെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ആ ഒരു റെസിപ്പി എല്ലാം നല്ല സൂപ്പറാണ്, പക്ഷേ പാത്രങ്ങളൊക്കെ യൂസ് ആക്കുന്നത് കുറച്ച് ഓൾഡാണെന്നാണ്. അപ്പോൾ അതിങ്ങനെ പുതിയത് ഒരുപാട് നല്ലൊരു ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനായിട്ടുള്ളൊരു ഏണിംഗ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റിൽ കുറച്ച് നാളത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ
ഐറ്റംസ് ആണ്. പിന്നെ പാനൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നാളൊന്നും കോട്ടിങ് പോവാതെ ഒന്നും സൂക്ഷിക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ കുറച്ചൊരു ലിമിറ്റഡ് പീരീഡ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പാത്രങ്ങളൊക്കെ തന്നെയാണിത്. നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ബ്രാൻഡഡ് ഐറ്റംസിനൊക്കെ എന്തായാലും 3000 ഒക്കെ വരും കുക്ക് വെയർ ഒക്കെ ആകുമ്പം. അപ്പോൾ അതിനെ അപേക്ഷിച്ച് ഈ ഒരു റേറ്റിൽ ജസ്റ്റ് ഓക്കെ ആണ്. പിന്നെ വരുന്ന വെച്ചാൽ പെട്ടെന്ന് റീഫണ്ട് ഒക്കെ ചെയ്ത് തരുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ ആവശ്യമില്ല അല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ആ ഒരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട് പൈസ. അത് മാത്രമല്ല അപ്ഡേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഷിപ്മെൻറ്റ് എപ്പോഴും, പിന്നെ ആ ഒരു പ്രൊഡക്റ്റ് എവിടെ എത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേഷനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിട്ടേൺ ചെയ്യാനും റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അത് അവരപ്പം തന്നെ നമുക്ക് മെസ്സേജൊക്കെ ചെയ്യുന്നുണ്ട്. മീഷോയിലപ്പം നല്ലൊരു ഓഫറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ പറ്റിയ കുറേ ഐറ്റംസൊക്കെ റീസണബിൾ റേറ്റിലെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഓർഡർ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം റേറ്റിങ്ങും റിവ്യൂ എല്ലാം നോക്കിയതിന് ശേഷം വേണം ഓർഡർ ആക്കാൻ വേണ്ടി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ആക്കുക, കമൻറ്റും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.